വയനാട് മേപ്പാടി ദുരന്തം കഴിഞ്ഞ് 1.5 മാസത്തിലേറെ കടന്നു പോവുകയാണ് നമ്മളിപ്പോൾ. 2 മാസം തികയുന്നതിന് മുൻപ് തന്നെ മറ്റൊരു ദുരിതമായിരുന്നു ആ ഭൂമിയിൽ നിന്ന് നമ്മൾ കേട്ടത്. അന്ന് വീടൊലിച്ചു പോയപ്പോൾ സകലതും ഒലിച്ചുപോയ ഒറ്റപ്പെട്ടുപോയ ശ്രുതിക്ക് താങ്ങായി നിന്ന അവളുടെ പ്രിയതമനായ ജെൻസനും കഴിഞ്ഞ ദിവസം മരിച്ച വാർത്തകൾ ഇപ്പോഴും എല്ലാവരുടെയും നെഞ്ചുകീറുന്ന രീതിയിലാണ് പുറത്തുവരുന്നത്. എന്നാൽ ഇപ്പോൾ ശ്രുതിയുടെ മറ്റൊരു വേദനയാണ് നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ആരോട് എന്ത് പറയണമെന്നറിയാതെയാണ് ശ്രുതി നിൽക്കുന്നത്. ആരോടെങ്കിലും സഹായം ചോദിക്കണമോ, ആരോടെങ്കിലും സംസാരിക്കണമോ? എന്ത് സംസാരിക്കും, എന്ത് പറയും? ചൂരൽമലയിൽ ഉരുൾപൊട്ടലിൽ മരിച്ച അമ്മയുടെ മൃതദേഹം പുതുമലയിലെ പൊതുശ്മശാനത്തിൽ പുറത്തെടുത്തപ്പോൾ മേപ്പാടി മാരിയമ്മൻ ക്ഷേത്രത്തിലെ ശ്മശാനത്തിൽ ദഹിപ്പിക്കുമ്പോൾ ആംബുലൻസിലിരുന്ന് നിർവികാരത്തോടെ എല്ലാം നോക്കിക്കാണുകയായിരുന്നു. ഒരിറ്റ് കണ്ണീർ പോലും ശ്രുതി പൊഴിച്ചില്ല എന്ന് പറയുന്നതാണ് സത്യം. എല്ലാം നോക്കിക്കാണുകയായിരുന്നു ശ്രുതി. കണ്ണീര് പോലും പൊഴിക്കാനാകാത്ത വേദനകളായിരുന്നു ശ്രുതിയുടെ നെഞ്ചിനകത്തും ശരീരത്തിലും ഉണ്ടായിരുന്നത്. അങ്ങനെ കണ്ണീർ പോലും പൊഴിക്കാനാകാത്ത രീതിയിലാണ് പരിക്കേറ്റ കാലുകളുമായിരുന്ന ശ്രുതിയുടെ വേദന ആരുടെയും ഉള്ളുലയ്ക്കുന്നതായിരുന്നു എന്ന് കൂടി പറയണം. ചൂരൽമല മുണ്ടക്കയിൽ ഉരുൾപൊട്ടലിലാണ് ശ്രുതിക്കും അച്ഛനും അമ്മയും സഹോദരിയും അടക്കം കുടുംബത്തിലെ 9 പേരെ നഷ്ടമാകുന്നത്. പിന്നാലെ ദുരന്തമുഖത്ത് താങ്ങായി നിന്ന് തന്റെ പ്രിയപ്പെട്ട ജെൻസനെയും കൂടി നഷ്ടമായപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവേ അമ്മയുടെ മൃതദേഹം പുതുമലയിലെ കുഴിമാടത്തിനടുത്ത് ഹൈന്ദവാചാര പ്രകാരം ദഹിപ്പിക്കണമെന്ന് ശ്രുതി സിദ്ദിഖ് MLA ആവശ്യപ്പെടുന്നത്. വൈറ്റ് ഗാർഡിന്റെ സഹായത്തോടെ കുഴിമാടത്ത് നിന്നെടുത്ത മേപ്പാടിയിൽ മാരിയമ്മ ക്ഷേത്രത്തിന്റെ ശ്മശാനത്തിൽ ഐവർ മഠത്തിൽ സഹായത്തോടെയാണ് അമ്മയും മൃതദേഹം ദഹിപ്പിച്ചത്. കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ സ്ട്രെച്ചറിൽ കിടത്തിയ ആംബുലൻസിലാണ് ശ്രുതിയെ ശ്മശാന പരിസരത്തേക്ക് കൊണ്ടുവന്നത്. 2 കാലിനും സർജറി ആയതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് നിൽക്കാനോ അധിക നേരം നിന്ന് പ്രാർത്ഥിക്കാനോ പോലും ശ്രുതിക്കായില്ല. ശസ്ത്രക്രിയ നടത്തിയതിനാൽ തന്നെ ശ്രുതിക്ക് നടക്കാനുമാകില്ല. ജെൻസന്റെ പിതാവ് ജയനും ശ്രുതിക്ക് ഉപ്പമുണ്ടായിരുന്നു. ചൂരൽമല ഉരുൾപൊട്ടലിൽ അച്ഛൻ ശിവണ്ണൻ, അമ്മ സബിത, സഹോദരി ശ്രേയ എന്നിവരുൾപ്പെടെ 9 ബന്ധുക്കളെയാണ് ശ്രുതിക്ക് നഷ്ടമായത്. ഈ മാസം 10-ന് കൽപ്പറ്റയിലെ വാടക വീട്ടിൽ നിന്നും ലക്കിടിയിലേക്ക് പോവുകയാണ് ജെൻസനും ശ്രുതിയും ബന്ധുക്കളും സഞ്ചരിച്ചിരുന്ന വാന് ബസ്സിലിടിച്ച് അപകടമുണ്ടായത്. അത് ഓടിച്ചിരുന്ന ജെൻസൺ പിന്നീട് ആശുപത്രിയിൽ എത്തിയെങ്കിലും പിന്നീട് ജീവൻ രക്ഷിക്കാനാകാതെ അവിടെ നിന്ന് വിട പറഞ്ഞു പോവുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജെൻസൺ മരണത്തിന് കീഴടങ്ങി. അതിനിടെയാണ് അമ്മയെ ഹൈന്ദവ ആചാരപ്രകാരം അടക്കണമെന്ന ആവശ്യം ശ്രുതി അറിയിച്ചത്. മൃതദേഹം ദഹിപ്പിക്കാൻ നേതൃത്വം നൽകിയ സിദ്ദിഖ് MLA ഉള്ളുലയ്ക്കുന്ന കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. സാറേ, എനിക്കെന്റെ അമ്മയെ കുഴിമാടത്തിൽ നിന്നെടുത്ത് ഹൈന്ദവാചാരപ്രകാരം ദഹിപ്പിക്കണം. എല്ലാവരും തരിച്ചാക്കിയപ്പോഴും ശ്രുതിയുടെ ആ വാക്കുകൾ എന്നെ ഒന്നാകെ ഉലച്ചു കളഞ്ഞു. ജെൻസൺ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ അപേക്ഷ നൽകിയിരുന്നു. പിന്നീട് ആംബുലൻസിൽ ശ്രുതിയെയും കൊണ്ടൊരു യാത്രയായിരുന്നു. പുതുമലയിൽ പൊതു കുഴിമാടത്തിൽ നിന്ന് ശ്രുതിയുടെ അമ്മയെ വൈറ്റ് ഗാർഡിന്റെ സഹായത്തോടെ എടുത്ത് മേപ്പാടിയിൽ മാരിയമ്മൻ ക്ഷേത്രത്തിന്റെ ശ്മശാനത്തിൽ ഐവർ മഠത്തിൽ സഹായത്തോടെ ദഹിപ്പിക്കുമ്പോൾ ശ്രുതി കരഞ്ഞില്ല, കണ്ണീർ പൊഴിച്ചില്ല. ശ്രുതിയുടെ അമ്മയെ കുഴിമാടത്തിൽ നിന്ന് എടുക്കവേ അരികത്ത് തലയിൽ കൈകൊടുത്തിരുന്ന ജെൻസന്റെ അച്ഛൻ വല്ലാത്ത നോവായിരുന്നു. വിഷ്വൽ ലാംഗ്വേജിലെല്ലാം നിങ്ങൾക്ക് കാണാം. മുസ്ലിം പള്ളിയുടെ ഖബറിൽ നിന്ന് ചർച്ചിലേക്കും പിന്നീട് അവിടേക്കും പുതുമലയിലെ പൊതുശ്മശാനത്തിലേക്കുമൊക്കെ പോവുകയാണ് ഇപ്പോൾ ശ്രുതിയുടെ അമ്മ. ശ്രുതിയുടെ അമ്മയുടെ കാഴ്ചകൾ കണ്ട് എല്ലാവർക്കും ഇപ്പോൾ നൊമ്പരമായി മാറുകയാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.